ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എൻ്റെ അമ്മമാർ രണ്ടുപേരും ഉള്ളപ്പം ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് രണ്ടുപേരും എനിക്ക് ഒന്നിച്ച് കിട്ടിയത് ഇപ്പോഴും ഉത്സവമായപ്പോൾ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാ പെൺപിള്ളേരും ചെയ്ത് ഞാൻ മാത്രം ഇനി വീഡിയോ ചെയ്യാനുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ഇരുത്തി ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഇരുത്തി പറയുമ്പോൾ അത് സത്യമാണോ കള്ളാണോ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറയട്ടോ, ഇവിടെ നോക്കി പത്രമൊക്കെ മാറ്റി വരും എല്ലാ ദിവസവും. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അവിടെ പൂജപ്പുര വീട്ടിലാണെങ്കിലും എന്നും വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. അമ്മയ്ക്ക് 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. അമ്മയ്ക്ക് 7 മണിക്ക് ജോലിക്ക് പോകേണ്ടതാ. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇങ്ങോട്ട് നോക്ക്, 4 മണിക്ക് ചിരിക്കാതിരി അമ്മ. 4 മണിക്ക് ഞാനായിരിക്കും ആദ്യം എണീക്കുന്നത്. ആദ്യം ഞാൻ എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ ചെന്നിട്ട് ഞാൻ കട്ടൻ വെക്കും. കട്ടൻ വെച്ചിട്ട് ചായ തിളച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിക്കും. എന്നിട്ട് അമ്മ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ വെളുപ്പിനെ തന്നെ പോയി കുളിച്ച് വന്നിട്ട് വിളക്ക് കത്തിക്കും വീട്ടിൽ. ഞാൻ വിളക്ക് കത്തിച്ച് ഞാൻ ഒച്ചത്തിൽ നാമം ചൊല്ലാം. ആ നാമം ചൊല്ലുന്ന കേട്ടിട്ട് ചേട്ടത്തി എഴുന്നേറ്റ് വരും ഉറക്കത്തിന്. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയി ഉറങ്ങി അച്ഛൻ ചേട്ടി 4 മണിക്ക് ഞാൻ പറയട്ടെ, ബാ ശ്രദ്ധിക്ക്. അങ്ങനെ ഞാൻ 5 മണിയാകുമ്പോ കുളിച്ചിട്ട് നാമം ചൊല്ലുന്നു, ഉറക്ക നാമം ചൊല്ലും. അത് കേട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ എണീക്കും. പിന്നെ ചേച്ചി എണീക്കും, ചേച്ചിക്കും ജോലിക്കുണ്ട്. അങ്ങനെ ചേച്ചി എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാനും ചേച്ചിയും കൂടെ ഉണ്ടാക്കും. അമ്മയ്ക്ക് ഒരു ജോലിയും ഇല്ല വീട്ടിൽ. അമ്മ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. അമ്മ അപ്പൊ പതുക്കെ സാരിയൊക്കെ കൊടുത്ത് 7 മണിയാകുമ്പോ ജോലിക്കാൻ വരുമ്പോ അമ്മയ്ക്ക് എല്ലാം ഡെപ്പയിലാക്കി ഞങ്ങൾ കൊടുക്കും. അതാണ് അവിടുത്തെ രീതി. ഉച്ചയാകുമ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴും അമ്മയ്ക്ക് പിന്നെ ഒരു ജോലിയില്ല. അമ്മ വന്ന് ഫുഡ് കഴിച്ചങ്ങ് റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അങ്ങനാണ് അവിടെ. മിണ്ടാത് അല്ലേ അമ്മ? അമ്മ ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെ അമ്മ മടിച്ച് അമ്മ 8 മണി അല്ലാണ്ട് എണീക്കത്തില്ല. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ പിന്നെ യോഗയൊക്കെ ചെയ്യും. ഇവിടെ ആർക്കും പോകണ്ടല്ലോ, എല്ലാവർക്കും 10 മണിക്ക് പോയാൽ മതി. യോഗ ചെയ്യും. പിന്നെ ഞാൻ കുളിച്ചിട്ടേ ഞാൻ അടുക്കളയിൽ കയറത്തുള്ളൂ. അപ്പം അമ്മ അങ്ങനെ ഒരു 5-5:30 ആവുമ്പോ ഞാൻ അടുക്കളയിൽ കയറി ചായ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ, എത്ര മണിക്ക് എഴുന്നേറ്റ് കുളിക്കാൻ? 4 മണിക്ക് എണീറ്റ് ജോഗിങ്. ഇന്ന് എന്തുവാണ് ഉത്സവമല്ലേ അമ്പലത്തിൽ? കുളിച്ചിട്ടുണ്ടാ മോളോ? എത്ര മണിക്ക് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അവരോട്. ഞാൻ ഭീഷണിപ്പെട്ടിരിക്കല്ല. അവളുടെ തിരുവനന്തപുരത്ത് അമ്മ പേടിച്ചിരിക്കുക. അങ്ങനെ ഇന്ന് ഉത്സവത്തിന് എനിക്ക് മുടിയൊക്കെ കുളിച്ചില്ല. പനി ആയതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് ഞാൻ തല നനക്കാതിരുന്നതാ. ഇന്ന് മാത്രം ഉണ്ടല്ലേ. അങ്ങനെ ഇവിടെ അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ പയ്യ വിളിക്കുമ്പോ അമ്മ ഭയങ്കര മടിച്ചൊക്കെ എഴുന്നേറ്റ് വരും. അമ്മ എണീറ്റ് ചായ കുടിക്കുന്ന നേരത്ത് ഇത്രയും മുറ്റമുണ്ട്. ഞാൻ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ മുറ്റം മുഴുവൻ ഞാൻ കുനിഞ്ഞു വെക്കണം കുറ്റി പറയട്ടെ അമ്മ അമ്മ അങ്ങനെ കുറ്റിച്ചൂര് വെച്ച് കമന്ന് കിടന്ന ഇരുന്ന് പിന്നെ എന്റെ മകളെ പൊക്കി എടുക്കാൻ അകത്ത് കയറ്റണ. ഞാൻ കുറ്റിച്ചൂല് വെച്ച് കുനിഞ്ഞു കിടന്ന് മുറ്റം തൂക്കും. ഇങ്ങനെ മുറ്റം തൂത്തിട്ട് വന്ന് ഞാൻ പിന്നെ മുറ്റം തൂത്തിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും, ഉച്ചക്കത്തത് പതുക്കെ ഞങ്ങൾ ചെയ്യുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മിണ്ടാതിരി. 7 മണിയാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കും. ഇവരെല്ലാരും 7 മണി 7 ഇവിടെ അമ്മ എണീറ്റ് വന്നൊരു 8-8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും.
ചെയ്യും. പിന്നെ ഉച്ചക്കത്തെ എന്തെങ്കിലുമൊക്കെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. അമ്മയ്ക്കൊന്നുമില്ല. ഉള്ളിയൊക്കെ അമ്മ പൊളിച്ചു തരും, ബാക്കിയൊക്കെ ഞാനങ്ങ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ പഠിക്കുന്ന കാര്യമൊക്കെ ആയിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ക്ലാസ്സും കാര്യമായിട്ട് അങ്ങ് ഇരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഉള്ളത് എന്റെ മകളായത് കൊണ്ട് പറയുക, ഇവള് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അമ്മയെ ഇവള് തിരുവനന്തപുരത്തുള്ള അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഇവളുമാര് കാപ്പി കുടിക്കണം. രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ചത്. അല്ല ഇവള് ചെയ്യല മടിച്ചിയാണ്. ചില ദിവസം മാത്രമേ അങ്ങനെ അമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടി വരത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഡെയിലി ലൈഫ്. അമ്മ എന്തുവാ അച്ഛാ, ഞാനല്ലേ എല്ലാ ജോലിയും ഇവളാണ് എല്ലാ ജോലിയും ചെയ്യണ, ഇവളാണ് വീട്ടിൽ. എന്താ കള്ളികള് രണ്ടെണ്ണവും കൂടി പറഞ്ഞ അച്ഛൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും മാത്രമാണ് ഇവിടെ സത്യം. ഇപ്പൊ ഇവളുടെ അച്ഛനെ ചെയ്യണം ജോലി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അച്ഛൻ എന്താണെന്ന് ചോദിക്കണേ എല്ലാവരും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്നെ പോലെ ആയിരിക്കണം എല്ലാ പെൺപിള്ളേർ. ഈ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വേണം ചെയ്യേണ്ടത്. നമ്മള് കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേര് ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. അപ്പൊ അത്രേ ഉള്ളൂ. എന്നെ ഒരു മാതൃകയാക്കി എല്ലാരും എടുക്കണം, അല്ലേ അമ്മ? പറ എന്റെ പൊന്നെ, ഈ പറഞ്ഞത് മുഴുവനും ശുദ്ധ നുണയാണ്. ആരും വിശ്വസിക്കരുത്. നിങ്ങൾ ആരും ഇവളെ കണ്ട് മാതൃകയാകരുത്. ഇത് മാതൃകയായല്ലേ? അമ്മക്ക് പറ. ഇതെല്ലാം പറഞ്ഞത് വേറും നുണയാണ് കേട്ടോ. ഇതെല്ലാം പറഞ്ഞത് വേറും നുണയാണ്. സത്യം. അച്ഛൻ പറഞ്ഞത് മാത്രമാണ് സത്യം, അല്ലേ? സത്യം എന്ന് പറ. ഇതാരും വിശ്വസിക്കരുത്. ഇത് വേറും നുണയാണ്. മടിച്ചേ ഇതിനൊക്കെ എന്ത് പ്രാന്തിന്റെ പ്രാന്താണ്.